ഈശ്വരനെ എല്ലാവരും അറിയണം, എല്ലാവരും ഉണരണം. അതിന് പൈസ വേണ്ട, സമ്പത്ത് വേണ്ട, അതിന് ഹൃദയം മതി, മനസ്സ് മതി. അപ്പം ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ. എന്തിനാ ഞാനിത് പറഞ്ഞത്? മഹർഷിമാരാണ് ഭഗവാനെ പോലും പ്രസിദ്ധരാക്കി തീർക്കുന്നത്. ജയവിജയന്മാരെ ശപിച്ച് സനകാദികൾ വൈകുണ്ഠത്തിലേക്ക് ചെന്നപ്പോൾ മഹാവിഷ്ണു അവരെ സത്കരിച്ച് പറയുക, എൻ്റെ അധീനത്തിലുള്ളവർ ചെയ്തിട്ടുള്ള അപരാധത്തിന് ഞാൻ തന്നെയാണ് കാരണക്കാരൻ, അവരല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആര്? മഹാവിഷ്ണു. നിങ്ങൾ ശപിച്ചത് നന്നായി, അവരുടെ പാപമൊക്കെ തീർന്ന് അവർ വരട്ടെ. നിങ്ങളെപ്പോലെയുള്ളവരാണ് എനിക്ക് പ്രസിദ്ധി ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത് മഹാവിഷ്ണു. അപ്പോൾ ഈ മഹർഷിമാരെന്ന് പറഞ്ഞാൽ എങ്ങനത്തെവരാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ ഉപായപ്പെട്ടവരല്ല. അവർ മാത്രമേ ഭഗവാൻ ആര് എന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഭഗവാനെ ആശ്രയിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ആരാണ് ഈ ഭഗവാൻ? എങ്ങനെ ആശ്രയിക്കണം? ആ ആശ്രയത്തിൽ എന്തെല്ലാം പിഴവുകളുണ്ടാവാം, അതിനെ അലങ്കാരമാക്കാൻ എന്തെല്ലാം വേണം, ഇതൊക്കെ ഉപദേശിച്ച് തന്ന് ഈശ്വരനെ വെളിപ്പെടുത്തുന്നത് അവരാ. അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ സംരക്ഷിക്കാൻ ഈശ്വരൻ കടിബദ്ധനാണ്. ഞങ്ങളുടെ വായെങ്ങാനും നിന്നുപോയാൽ പാവം മഹാവിഷ്ണുവിന് പിന്നെ കീർത്തിയേ ഉണ്ടാവില്ല ലോകത്തിൽ. ആര് പറയും അദ്ദേഹത്തിനെ പറ്റി? ആരും പറയില്ല. ഒരു ഭക്തയ്ക്ക് ഞാൻ വളരെ കൊല്ലം മുൻപ് ഒരു എഴുത്തെഴുതി. അപ്പോൾ അവർ ചില അഭിപ്രായ വ്യത്യാസത്തോടു കൂടി ഞാനത് മുഴുവനും ഇപ്പോൾ വർണ്ണിക്കുന്നില്ല. അതിൽ ഞാൻ എഴുതിയ എഴുത്ത് ഒരു ഭാഗം പറയാം. എന്താണത്? അണിഞ്ഞ് അലങ്കരിച്ച് നിൽക്കുന്ന ഗുരുവായൂരപ്പനെ പോയി കണ്ട്, മഹാവിഷ്ണുവിനെ കണ്ട് ആ വിഗ്രഹം ഒരു നോക്ക് കാണാൻ കൊതിക്കുന്നവരാണ് പലരും. അതിലുള്ള ദീപാരാധനയും കാണാൻ കൊതിക്കും. സമ്മതിച്ചു. അതേ മഹാവിഷ്ണു ഈ ഭക്തന്മാരെ നോക്കി അദ്ദേഹത്തിൻ്റെതായ ഒരു ഉപദേശം, നിങ്ങളെല്ലാം എൻ്റെ ഭക്തന്മാരാണല്ലോ, ഭക്തന്മാർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മനസ്സ് ഇന്നെന്ന പ്രകാരമാകണം, ഇന്നതാണ് അതിലുള്ള ദൂഷ്യങ്ങൾ, നിങ്ങളുടെ പലരുടെ മനസ്സിലും ഞാൻ ദൂഷ്യങ്ങൾ കാണുന്നു, അതെല്ലാം നീക്കണം, ഇന്നതാണ് ദൂഷ്യങ്ങൾ. എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഒരപേക്ഷയോടും കൂടി വരരുത്. ഞാൻ സർവജ്ഞനാണ്, സർവജ്ഞനായ എന്നെ നിങ്ങൾ ഉപദേശിക്കരുതേ. വസുദേവൻ എനിക്ക് പുത്രനായി ജനിക്കണം അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുത്രനായിട്ട് ജനിച്ചത് മാത്രമേ ഉള്ളൂ. ജനിച്ച ഉടനെ അവിടുന്ന് പോയി. അത് കാരണം പാവം കഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് മുക്തി കിട്ടിയില്ല. ബാക്കി പലർക്കും ഞാൻ മുക്തി കൊടുത്തു, എൻ്റെ അച്ഛന് കൊടുക്കാൻ പറ്റിയില്ല, എന്നോട് ചോദിക്കില്ല. അച്ഛൻ എന്നുള്ള ഭാഗം, മാനം തടസ്സമാണതിന്. അതുമാതിരി നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ എന്നെ പൂർണ്ണമായി കാണണം, നിങ്ങളുടെ വഴിപാടുകളിൽ ഒരാവശ്യവും കൂട്ടിച്ചേർക്കരുത്, ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ദൂഷ്യം എന്ന് മഹാവിഷ്ണു പറഞ്ഞു തുടങ്ങിയാൽ എത്ര പേരത് കേൾക്കാൻ ചെല്ലും? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പടത്തിൽ ദീപാരാധന കാണിച്ചുകൊണ്ട് കുറേ കാലവും കൂടി കഴിച്ചു കൂട്ടു. ഞാൻ പറയണത് കേൾക്കാൻ നിങ്ങൾ തയ്യാറില്ല, അതുകൊണ്ട് പടവും ദീപാരാധനയും മാത്രം മതി എന്ന് പറഞ്ഞെഴുതി. ഇത് എത്ര കൊല്ലം മുമ്പാണെന്നറിയോ? ഒരു 50 കൊല്ലം മുമ്പാണ്. എന്താ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത്? 13-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് കൃഷ്ണൻ പറയുന്നതാ. തൈരഹം പൂജിത സമ്യക് സംസ്തുത പരമർഷിഭി പ്രത്യേയായ സ്വകം ധാമ പശ്യത പരമേഷ്ഠിന. ഈ മഹർഷിമാരൊക്കെ ഇങ്ങനെ എന്നെ സ്തുതിച്ചു. അവർക്ക് വളരെയധികം സമയോചിതമായ ജ്ഞാനോദയമുണ്ടായി, സമാധാനവും സന്തോഷമായി. അവരുടെ സ്തുതിയും സത്കാരവും എല്ലാം ഏറ്റതിന് ശേഷം സ്വകം ധാമ പ്രത്യേയായ, ഞാൻ വന്ന പാട്ടിൽ തിരിച്ചുപോയി എൻ്റെ ധാമത്തിലേക്ക്. പശ്യത പരമേഷ്ഠിന. അവിടെ ബ്രഹ്മാവ്, സനകാദികൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണല്ലോ, സന്തതികളാണല്ലോ. ആ ബ്രഹ്മാവ് കണ്ടുകൊണ്ടിരിക്കെ ഞാൻ എൻ്റെ ധാമത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇത് ശ്രീമദ് ഭാഗവതേ പാരമഹംസ്യാം സംഹിതായാം മഹാപുരാണേ ഏകാദശസ്കന്ധേ ത്രയോദശോധ്യായ. ഓരോ അധ്യായം കഴിഞ്ഞിട്ടും പറയുന്നുണ്ട്, ഇത് ശ്രീമദ് ഭാഗവതേ പാരമഹംസ്യാം സംഹിതായാം. പാരമഹംസ്യ സംഹിതയായിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് എന്താണത് പാരമഹംസ്യ സംഹിത എന്ന് പറയാൻ കാരണം? ഈ 11-ാമത്തെ സ്കന്ധം മുഴുവനും ശ്രോതാക്കളെ, പ്രേക്ഷകരെ പരമഹംസന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. ഇതിൽ ഓരോ വാചകവും ആത്മജ്ഞാനം, ഈശ്വരഭക്തി, മോക്ഷം, ജീവൻ മുക്തി, വിദേഹമുക്തി എല്ലാം തന്നെ പൂർണ്ണമായി പരാമർശിക്കുന്നതാണ് ഇതിലുള്ള എല്ലാ വിഷയങ്ങളും ഏകാദശ സ്കന്ധത്തിൽ, പ്രത്യേകിച്ചും കൃഷ്ണന്റെ ഉപദേശത്തിൽ. ഇനി 14-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉദ്ധവ ഉവാച വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിനഃ തേഷാം വികൽപ്പ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത. നിങ്ങൾ ഓർമ്മ വയ്ക്കുന്നുണ്ടോ? ഉദ്ധവന്റെ ചോദ്യം എന്തായിരുന്നു?
കൃഷ്ണൻ പറഞ്ഞു, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയി ആവേശ്യ മനഃസമ്യക് സമദൃക് വിചരസ്വകാം. സ്വജനങ്ങളോടും ബന്ധുബാന്ധവന്മാരോടുമുള്ള പാശമെല്ലാം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് സമദൃഷ്ടിയോടുകൂടി സഞ്ചരിക്കൂ എന്നാണ് പറഞ്ഞത്. അത് തനിക്ക് പറ്റുന്നില്ല എന്നാണ് ഉദ്ധവന്റെ ആക്ഷേപം അല്ലെങ്കിൽ വിഷമം. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. ഈ ശരീരത്തിലാണ് ഞാൻ എന്നുള്ള വിചാരം എനിക്കുള്ളത്. അതിങ്ങനെ രൂഢമൂലമായിരിക്കുക, ഉറച്ചിരിക്കുകയാണ്. ഈ ശരീരത്തിന് വേണ്ട ഉപയോഗിക്കാനും ബന്ധപ്പെടാനുമുള്ള പദാർത്ഥങ്ങളും വസ്തുക്കളും മനുഷ്യരും ഉണ്ടല്ലോ. എന്തൊക്കെയാ? വീട്, കുടി, വിവാഹബന്ധം, രക്തബന്ധം എന്ന് തുടങ്ങി പലതും ഉണ്ടല്ലോ. അതിനോടാണ് എൻ്റെ എന്നുള്ളൊരു വിചാരം എൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ സോഹം അമാഹമിതി മൂഢമതിർവിഗാഢ, ഞാൻ എന്നതിലും എൻ്റേത് എന്നുള്ളതിലും ശരിയായിട്ടുള്ള വിചാരമല്ല, മൂഢമതിയാണ് ഞാൻ. അതിലിങ്ങനെ ഇറങ്ങി കഴുത്ത് വരെ ഇറങ്ങിയിരിക്കുകയാണ്. ത്വൻ മായയാ വിരചിതാത്മനി സാനുബന്ധേ, അങ്ങയുടെ മായയാണ് ഇതിന് മുഴുവൻ കാരണം. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറി തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി, അങ്ങ് പറഞ്ഞല്ലോ, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയി ആവേശ്യ മനഃസമ്യക് സമദൃക് വിചരസ്വകാം. മനസ്സെ എന്നിൽ ആവേശിപ്പിച്ച് നിർത്തി സമദൃഷ്ടിയോടുകൂടി ഉദ്ധവ പുറത്തേക്ക് കടക്കൂ, സഞ്ചരിക്കൂ എന്ന് പറഞ്ഞല്ലോ. ഇതെനിക്ക് സാധിക്കുന്നില്ല. എന്നാലോ സാധിക്കും വേണം. അപ്പൊ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശം തരൂ എന്ന് പറഞ്ഞ് അവിടുന്നാണ് ഇത് മുഴുവൻ തുടങ്ങിയത്. തുടങ്ങിയിട്ടിപ്പോൾ നമ്മൾ 14-ാമത്തെ അധ്യായമായി. 6-ൽ നിന്ന് തുടങ്ങിയതാ അത്. വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിനഃ തേഷാം വികൽപ്പ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത. അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം 24 ഗുരുക്കളെ ഉദ്ധരിച്ചുകൊണ്ട് അവധൂതനും അങ്ങയുടെ തന്നെ പൂർവജനായിരിക്കുന്ന യദുചക്രവർത്തിയും തമ്മിലുള്ള സംവാദം മുതൽക്കാണ് പറയാൻ തുടങ്ങിയത്. ആ 24 ഗുരുക്കളിൽ നിന്ന് ഞാൻ പലതും മനസ്സിലാക്കി എന്നാണ് അവധൂതൻ പറഞ്ഞു ധരിപ്പിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഇത് കേൾക്കുമ്പോൾ പലതരത്തിലാണ് ജീവിത ലക്ഷ്യങ്ങൾ കാണുന്നത്. ഓരോരുത്തർ ഓരോന്ന് പറയും. ഇപ്പൊ നമ്മുടെ വേദം തന്നെ എടുത്താൽ ആദ്യം സംഹിതയാണ്, ദേവന്മാർക്കുള്ള സ്തുതികളാണ്. അവിടുന്ന് അങ്ങോട്ടോ അഗ്നിഹോത്രത്തിൽ നിന്ന് തുടങ്ങി അഗ്നികർമ്മങ്ങൾ അനവധിയുണ്ട്. ആ അഗ്നികർമ്മങ്ങളിൽ അവർ പറയുന്നത് യജ്ഞവും യാഗവും വളരെ വിശേഷപ്പെട്ടതാണ്. ചില യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും മരണാനന്തരം സ്വർഗം ലഭിക്കാനുള്ള ചിലതൊക്കെ ഉണ്ട് അതിൽ. അതുമാതിരി ക്രമമുക്തി എന്നൊരു മുക്തിയുണ്ട്. എന്താ ഈ ക്രമമുക്തി? മുക്തി ഇപ്പം കിട്ടില്ല, സാധാരണ മനുഷ്യരെ പോലെ മരിക്കേണ്ടി വരും. പക്ഷേ മരിച്ചതിന് ശേഷം ഈ ഇപ്പം നിൽക്കുന്ന ലോകം ലയിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, ആ ലയിക്കുമ്പോൾ നമ്മളും ലയിച്ച് പിന്നെ രണ്ടാമത് ജനിക്കില്ല എന്നൊരു ക്രമമുക്തി, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. പിന്നെ ജീവൻ മുക്തി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി അനുഭവിക്കുക. അതാണല്ലോ ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞത്, വിവേക ചൂടാമണിയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്. വിദേഹമുക്തി, ദേഹമില്ലാതെ നടക്കുന്ന ഒരു വിദേഹമുക്തി, അത് തന്നെ പറയും ചിലര്. എത്ര മുക്തനായാലും ദേഹം പോയാലേ വിദേഹമുക്തനാവുള്ളൂ എന്ന്. പിന്നെ ചിലർ പറയും ദേഹമുള്ളപ്പോൾ തന്നെ ദേഹബോധമില്ലാതെ ഇരിക്കുന്ന ഒരു നില, അതാണത്ര വിദേഹമുക്തി. ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്നാണ് ജ്ഞാനഗ്രന്ഥങ്ങൾ അതിനെ പരാമർശിക്കുന്നത്. ഇനി ബ്രഹ്മവിദ്, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ഠൻ എന്ന് 4 തരത്തിലാണ് ജ്ഞാനശാസ്ത്രം പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബ്രഹ്മവേത്താവായി, ബ്രഹ്മവിത്തായി. പക്ഷേ ജീവൻ മുക്തനായിട്ടില്ല. സാധാരണ ജനങ്ങളെപ്പോലെ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ സുഖദുഃഖ അതീതമായിരിക്കുന്ന, നിർദ്വന്ദ്വമായിരിക്കുന്ന ഒരു നില കൈയടക്കി അതോടുകൂടി ജീവിക്കുന്ന ആളല്ല. പക്ഷേ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു. അത് അറിഞ്ഞതിന് ശേഷം ബ്രഹ്മവിദ് വരനായി, അദ്ദേഹം ജീവൻ മുക്തനാണ്. വരൻ എന്ന് പറയുന്ന ആള് അപ്പം ഞങ്ങളെപ്പോലെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ഒക്കെ അങ്ങനെ പോയി സംസാരിക്കും. ബ്രഹ്മവിദ് വരിയാൻ, വരിയാൻ എന്ന് പറഞ്ഞാൽ ആരാ? സഞ്ചരിക്കില്ല, അടുത്ത് വന്ന് എന്തെങ്കിലും ചോദിക്കുന്നവരോട് മാത്രമേ മറുപടി പറയുള്ളൂ. ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറഞ്ഞാലോ അങ്ങേ അറ്റമായി, ആരെന്ത് ചോദിച്ചാലും അറിയില്ല, പ്രതികരണവും ഉണ്ടാവില്ല. എങ്ങനെയാ അദ്ദേഹത്തിൻ്റെ ശരീരം നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്വാസം കൊണ്ട്. ഈ ലോകത്തിലുള്ള പദാർത്ഥങ്ങൾക്കെല്ലാം ഒരു വാസനയുണ്ടല്ലോ. വാസന എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുഷ്പത്തിൻ്റെ ആയാലും ഫലത്തിൻ്റെ ആയാലും ഇലയുടെ ആയാലും
അതിൽ നിന്നുള്ള പരമാണുക്കളുടെ വിസർജനവും സഞ്ചാരവുമാണ് നമ്മുടെ മൂക്കിൽ വന്ന് തട്ടുമ്പോൾ അതിന് മണം എന്ന് പറഞ്ഞൊരു വാസന തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ പദാർത്ഥങ്ങളുടെയും അതിസൂക്ഷ്മമായിരിക്കുന്ന അണുക്കൾ അതിൽ നിന്ന് വിർഗളിച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പം അത് ശ്വസിക്കുമ്പോൾ അതിലുണ്ടാവും ഈ പോഷകാംശം. അതുകൊണ്ട് നിൽക്കണു ബ്രഹ്മവിദ് വരിഷ്ഠന്മാർ എന്ന് ജ്ഞാനശാസ്ത്രത്തിൽ പറയുന്നു. അതൊരു വക. മുക്തി 2-3 തരത്തിലാണ്: സാലോക്യം, സാരൂപ്യം, സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ എന്താ? വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ചെന്ന് അവിടെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മുമ്പിൽ എല്ലാവരെ പോലും ഇവിടെ പട്ടണവാസികൾ ഇരിക്കുന്ന മാതിരി അങ്ങനെ അവിടെ ചുറ്റും കൂടിയിരിക്കുക, അവിടെ ചെന്നുവിടുക, സാലോക്യം. സാരൂപ്യം എന്ന് പറഞ്ഞാലോ ഭഗവാന്റെ കൂടെ അങ്ങോട്ട് ചേരുക. ചേരുമ്പോഴും നമ്മൾ ഒന്നായി തീരണില്ല. വേറെ ഒരു മരത്തിൻ്റെ കോലിൽ അരക്കൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ അരക്കും മരവും ഒട്ടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ മരവും അരക്കും ഒന്നാവണില്ല. ഇനി സായുജ്യം എന്ന് പറഞ്ഞാലോ പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചാൽ, അല്ലെങ്കിൽ വെള്ളം പാലിൽ ഒഴിച്ചാൽ പാലായിത്തീരും. അതുപോലെ രണ്ടും കൂടി ചേർന്നു. ഇങ്ങനെയും ചില അഭിപ്രായക്കാരുണ്ട്. നിർവാണം എന്ന് പറയുന്ന ഒരു മാർഗമുണ്ട്. എന്താ? എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അല്ലലുകളും അലട്ടുകളും ഒഴിഞ്ഞു പോകുന്ന ഒരു നില നിർവാണം. പിന്നെയോ രണ്ടാമത് ജന്മമില്ലാതെ എല്ലാ ജന്മവും അറ്റുപോകുന്ന ഒരു നില മോക്ഷം. ഇനിയോ യോഗസിദ്ധികൾ. എന്താണ് ഈ യോഗസിദ്ധികൾ? അണിമാതി അഷ്ട ഐശ്വര്യങ്ങൾ എന്നൊക്കെ പറയും. അതൊരു വക. നിർവികൽപ്പ സമാധി എന്നൊരു സമാധി, ചൈതന്യ സമാധി എന്നൊരു സമാധി, അസംപ്രജ്ഞാത സമാധി എന്ന് വേറെ ഒരെണ്ണം. ഇതൊക്കെ ജ്ഞാനശാസ്ത്രത്തിൽ പറയുന്നതാണ്. ആത്മജ്ഞാനം, ജ്ഞാനമാണ് എല്ലാറ്റിലും വലുത്. ജ്ഞാനാദേവ കൈവല്യപ്രാപ്തി. ജ്ഞാനം കൊണ്ടാണ് നമുക്ക് കേവലീഭാവം, കൈവല്യം വരാൻ പോകുന്നത്. അതാണ്. പിന്നെ മോക്ഷമോ മനസ്സിനും ബുദ്ധിക്കും അനുഭവപ്പെടുന്ന സ്വതന്ത്രത. തന്നിൽ ഒരു വിധത്തിലുള്ള കെട്ടുപൂട്ടോ അല്ലെങ്കിൽ സങ്കുചിതത്വമോ ഇല്ല. മനസ്സ് വിശാലമായി, ബുദ്ധിക്ക് ആശയത്തെളിച്ചം വന്നു. ഇനി എനിക്ക് ഒരു വിധത്തിലുള്ള സംശയവും ഇല്ല. ഛിന്നദ്വൈത യഥാത്മാന സംസിദ്ധിം പരമാം ഗതാഹ എന്നിങ്ങനെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. അതേമാതിരി നില. അപ്പം ഞാനിവിടെ പറഞ്ഞതിൽ എന്തൊക്കെ പെട്ടു? ക്രമമുക്തി, ജീവൻ മുക്തി, വിദേഹമുക്തി, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരിയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ, സാലോക്യം, സാരൂപ്യം, സായുജ്യം, നിർവാണം, മോക്ഷം, യോഗസിദ്ധി, നിർവികൽപ്പ സമാധി, ചൈതന്യ സമാധി, അസംപ്രജ്ഞാത സമാധി, ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം. ഇപ്പം എന്തൊക്കെയായി? പലതരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് അവിടെ പറയുന്നത്. വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിനഃ. ഈ ബ്രഹ്മവിചിന്തനം ചെയ്യുന്നവരും അതിൽ നൈപുണ്യമുള്ളവരും ശ്രേയാംസി, ശ്രേയസ്, അഭ്യുദയം, നിശ്രേയസം എന്ന് രണ്ടെണ്ണാണല്ലോ. ഐഹികമായിരിക്കുന്ന അഭിവൃദ്ധി, അതാണ് അഭ്യുദയം. നിശ്രേയസം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിരിക്കുന്ന ഉൾ മംഗളം. ആ ശ്രേയസ് ഒന്നല്ല. ബഹൂനി ബ്രഹ്മവാദിനഃ. ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവർ പലതരത്തിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഈ പലതരത്തിലും സംസാരിക്കുന്നതിൽ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. തേഷാം വികൽപ്പ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത. ഈ ഓരോന്നിനെ പറ്റി പറയുമ്പോൾ ഓരോന്നിനും അതതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവും ഉണ്ടോ? അതോ ഇതെല്ലാം കൂടിയിട്ട് അവസാനം ഒരേ ഒരു കാര്യത്തിനാണോ മുഖ്യത്വം? അപ്പോൾ ഒരു താരതമ്യ പഠനം സംഭാവ്യമാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. ഇങ്ങനെ പലതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതിൽ ഒന്നാണ് കാര്യം എന്നാണെങ്കിൽ അത് പറയുക. അല്ല, പ്രത്യേക പ്രാധാന്യമുണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെടുത്തി തരിക. ഇതാണ് ഉദ്ധവൻ ചോദിക്കുന്നത്. ഈ സംവാദമാകണമെങ്കിൽ പറയുന്നവൻ പ്രവക്താവ് പറഞ്ഞാൽ മാത്രം പോരാ. പൃച്ഛകൻ, അപ്പുറത്ത് കേൾക്കുന്നവൻ ശ്രോതാവ് പൃച്ഛകനായി ചോദിക്കണം. ചോദിക്കുമ്പോഴേ വരുള്ളൂ. ഭവതോദാഹൃതസ്വാമിൻ ഭക്തിയോഗ അനപേക്ഷിത നിരസ്യ സർവതസംഗം യേന ത്വയി ആവിശേന്മനഃ. ഭവതോ ഉദാഹൃതസ്വാമിൻ ഭക്തിയോഗോ അനപേക്ഷിത. അങ്ങ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് എന്താ? അങ്ങ് വളരെ ഉദാഹരണപൂർവം എന്നോട് പറഞ്ഞു ഭക്തിയോഗ അനപേക്ഷിത. ഒരു വിധത്തിലുള്ള അപേക്ഷ ആവശ്യമില്ലാതെ ഭഗവാനിൽ, ഈശ്വരനിൽ തോന്നുന്ന പൂർണ്ണമായിരിക്കുന്ന സ്നേഹവും ആശ്രയവും നിലനിൽപ്പും, അതാണ് ഏറ്റവും വിശേഷമെന്ന് അങ്ങ് പറയണ്ടായി. നിരസ്യ സർവതസംഗം, എല്ലാറ്റിനോടുമുള്ള സംഘത്തെ പൂർണ്ണമായി നിരസിച്ച് തിരസ്കരിച്ച് യേന ത്വയി ആവിശേന്മനഃ. തനിക്കിനി ഒട്ടാനായി ലോകത്തിലൊന്നും ഉണ്ടാവരുത്. സർവ്വവിധ ഒട്ടലും മാറി
അങ്ങയിൽ മാത്രം ഊന്നി നിൽക്കുക, ആവേശപൂർവം ആശ്രയപൂർവം ഏകാത്മതയോടുകൂടി ഊന്നി നിൽക്കുക. ഇതാണ് ഒരു ഭാഗം ദേവരെ പറഞ്ഞത്. ഭവതോദാഹൃതസ്വാമിൻ ഭക്തിയോഗോ അനപേക്ഷിത. നിരപേക്ഷമായിരിക്കുന്ന ഭക്തി, ഇതിനെ പറ്റിയിട്ടാണ് അങ്ങ് അധികം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏന ത്വയി ആവിശയൻ മനഃ. പക്ഷെ ഞാനിവിടെ കേൾക്കുമ്പോൾ പലതും കേൾക്കണം. അതുകൊണ്ട് എന്താണ് ശരി എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂട്ടിച്ചേർത്തു. എന്താ? നിരസ്യ സർവതസംഗം യേന ത്വയി ആവിശയൻ മനഃ ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയി ആവേശ്യ മനസ്സമ്യക് സമദൃക് വിചരസ്വകാം. എല്ലാ വിധത്തിലുള്ള സ്നേഹത്തെയും കളഞ്ഞ് മനസ്സെ എന്നിൽ ആവേശിപ്പിച്ച് നിർത്തിപ്പോകൂ എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഈ ഭക്തിയോഗം അതെന്താ? ഈ ഭക്തിയോഗത്തിനെ പറ്റി പറയുമ്പോൾ ഗീത 12-ാം അധ്യായത്തിൽ പറയാണ്, മയ്യേവ മന ആധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ഗീതയിൽ 12-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമാണിത്. മയ്യേവ മന ആധസ്വ, മനസ്സെ എന്നിൽ ആധാനം ചെയ്തോളൂ, അങ്ങോട്ട് വച്ചുറപ്പിച്ചോളൂ. മയി ബുദ്ധിം നിവേശയ, മനസ്സങ്ങനെ ഉറച്ചിരുന്നാലും ബുദ്ധി പല വിധത്തിലുള്ള ആലോചനകൾ കൊണ്ടുവരും. അങ്ങനെ ആലോചനകൾ കൊണ്ടുവന്ന് അതിനൊരു വിക്ഷേപം വരുത്താൻ നോക്കും. ആ വിക്ഷേപത്തിന് ഇടം കൊടുക്കാതെ ബുദ്ധിയെയും എന്നിൽ ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ ഇവിടെ എന്താ രണ്ട് കാര്യം? മനസ്സ്, ബുദ്ധി, ഇത് രണ്ടും ഈശ്വരിൽ ഉറച്ചിരിക്കണം. അത് രണ്ടും ഉറച്ചിരുന്ന് കഴിഞ്ഞാൽ എന്തായി? നല്ലോണം കേട്ടോളൂ. നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം. അങ്ങനെ മനസ്സും ബുദ്ധിയും ഒരുപോലെ ഈശ്വരനിൽ നിക്ഷിപ്തമായി എന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ഈശ്വരനിലാണ്, ലോകത്തിലല്ലാന്ന്. എന്നെ സംശയ, ഒരു സംശയവുമില്ല. ഇതാണ് ഭക്തിയോഗത്തിനെ പറ്റി 12-ാം അധ്യായത്തിൽ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗവതം തന്നെ പറയുന്നത് എന്താ? പ്രഹ്ലാദന്റെ മുഖത്തിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അത് ഭാഗവതത്തിന്റെ വാണിയും നിർദ്ദേശവും വിലയിരുത്തലുമാണ്. ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃത ഏകാന്തഭക്തി ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഇത് ഞാൻ പലപ്പോഴും എവിടെ ഭാഗവത്തെ പറ്റി സംസാരിക്കാൻ പോകുമ്പോൾ മിക്കവാറും പറയാറുള്ളതാണ്. ഏതാവാനേവ ലോകേസ്മിൻ പുംസഃ സ്വാർത്ഥഃ പരസ്മൃതഃ. 7 വയസ്സായ പ്രഹ്ലാദൻ തൻ്റെ സഹപാഠികളെ വിളിച്ചിരുത്തി പറയുകയാണ്, നമ്മളെ പഠിപ്പിക്കുന്ന ആചാര്യന്മാരുണ്ടല്ലോ, അവർ പഠിപ്പിക്കുന്ന പഠിപ്പ് പൂർണ്ണമല്ല, മാത്രമല്ല അല്പം പിഴവുമുണ്ട്. പ്രധാനപ്പെട്ടത് പറഞ്ഞു തരുന്നില്ല, ഭക്തി പറയുന്നില്ല, മോക്ഷം പറയുന്നില്ല. വാസ്തവത്തിൽ നമുക്ക് 4 പുരുഷാർത്ഥങ്ങളാണ്. എന്തൊക്കെയാ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ധർമ്മവും വിട്ടു, മോക്ഷവും വിട്ടു, അതിന് കാരണമായിരിക്കുന്ന ഭക്തിയെയും വിട്ടു. പിന്നെ പഠിപ്പിക്കുന്നത് എന്താ? അർത്ഥവും കാമവുമാണ്. എന്താ അർത്ഥം? സ്വത്ത്, സമ്പത്ത്, പണം. കാമെന്ന് പറഞ്ഞാലോ ആശ, ആഗ്രഹം, ആർത്തി, ദുരാഗ്രഹം. ഇത് രണ്ടേ അവർ പഠിപ്പിക്കുന്നുള്ളൂ. അതൊന്നും ശരിയല്ല, നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു ഉപദേശം കൊടുത്തത്. അതിൻ്റെ അവസാനത്തിൽ പറയാണ്, ഏതാവാനേവ ലോകേസ്മിൻ അസ്മിൻ ലോകേ ഏതാവാൻ ഏവ. എന്ത്? പുംസഃ സ്വാർത്ഥഃ പരഃ സ്മൃതഃ. മനുഷ്യൻ ആരായാലും കൊള്ളാം, ആ മനുഷ്യന് ഏറ്റവും വലിയ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? തനിക്ക് വേണ്ട കാര്യം എന്തുകൊണ്ടാണോ തനിക്ക് പൂർണ്ണത വരിക, അതാണ് സ്വാർത്ഥം. സാധാരണ അയാൾ വലിയ സ്വാർത്ഥിയാന്ന് പറഞ്ഞാൽ തൻകാര്യം നോക്കുന്നവനാണ് എന്നർത്ഥം. പക്ഷെ സംസ്കൃതത്തിൽ ഇവിടെ പറയുന്നതല്ല. തൻകാര്യം, നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം എന്താ? ഈശ്വരഭജനം, ഈശ്വരഭക്തി. അതുകൊണ്ടാണ് എല്ലാ നേട്ടവും ഉണ്ടാവുക. ഏതാവാനേവ ലോകേസ്മിൻ, ഈ ലോകത്തിൽ ഇത്രമാത്രമാണ് മനുഷ്യന് അങ്ങേ അറ്റത്തല്ല സ്വാർത്ഥം എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എന്താ അത്? ഏകാന്തഭക്തിർ ഗോവിന്ദേ, ഏകാന്തഭക്തിർ ഗോവിന്ദേ, ഏകാന്തഭക്തി ഗോവിന്ദേ. ഗോവിന്ദനിൽ ഏകാന്തമായിരിക്കുന്ന ഭക്തി. ഈ ഏകാന്തമായിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ബുദ്ധിമുട്ടായില്ലോപ്പാ. കാട്ടിലേക്കൊക്കെ പോണ്ടേ, ദീർഘകാലം തപസ് ചെയ്യണ്ടേ, കുടുംബവും കുട്ടികളെയൊക്കെ ഒന്ന് വിട്ടകന്നിരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഇല്ല. യത് സർവത്ര തദീക്ഷണം. നിങ്ങൾ ഈശ്വരനെ ഒരു പടത്തിൽ കാണുന്നില്ലേ, ഒരു ബിംബത്തിൽ കാണുന്നില്ലേ? ക്ഷേത്രത്തിൽ പോയാൽ ഓടി ഓടി ചെല്ലുന്നത് എന്തിനാ? ആ വിഗ്രഹത്തിന് അണിഞ്ഞലങ്കരിച്ച് നിൽക്കുന്ന വിഗ്രഹത്തിന് ദീപാരാധന കാണിക്കുമ്പോൾ അത് കാണാനാണ് നിങ്ങൾ ചെല്ലുന്നത്. അപ്പം നിങ്ങളുടെ ദൃഷ്ടിയിൽ ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള ആ വിഗ്രഹത്തിലാണ് ഈശ്വരൻ, പുറമേയുള്ള സ്ഥലത്തില്ല.
ഇതെന്തു വേണം? സർവത്ര തദീക്ഷണം. ആ വിഗ്രഹത്തിൽ കാണുന്നത് പോലെ എല്ലാ സ്ഥലത്തും പഞ്ചഭൂതങ്ങളിലും കാണണം. നവയോഗി സംവാദത്തിൽ പറഞ്ഞല്ലോ, ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേത് അനന്യഃ. ഈ സമുദ്രമടക്കം ആകാശമടക്കം പ്രകാശമാനമായ ഗോളങ്ങളെല്ലാം, വൃക്ഷങ്ങൾ, ചെടികൾ, പുഴകൾ, സമുദ്രം എല്ലാം തന്നെ 8 ദിക്കുകളും ഒക്കെ ഹരിയുടെ പ്രത്യക്ഷമായിരിക്കുന്ന ശരീരമാണ് എന്ന് വിചാരിച്ച് അനന്യഭാവത്തോടുകൂടി പ്രണമിക്കണം എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. യത് സർവത്ര തദീക്ഷണം, എല്ലാ ദിക്കിലും ഈശ്വരനെ ദർശിക്കുകയാണ്. ഭവതോദാഹൃതസ്വാമിൻ ഭക്തിയോഗോ അനപേക്ഷിതഃ നിരസ്യ സർവതസംഗം യേന ത്വയി ആവിശേൻ മനഃ. ഇങ്ങനെ ഒരു ഭക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. എന്താ? നിരസ്യ സർവതസംഗം. നമ്മുടെ മനസ്സിൽ എന്തിനോട് ഒട്ടൽ തോന്നുന്നുണ്ടെങ്കിലും അതിനെ മുഴുവൻ വിടുക. എനിക്ക് എല്ലാം കൂടി ഒട്ടാനുള്ളത് പരമേശ്വരൻ മാത്രമേ ഉള്ളൂ. ശ്രീഹരി, പരമകല്യാണനിധിയായിട്ടുള്ള ഹരി. ഈ ഒരു വിചാരം വേണം. അപ്പം അതെന്താ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ശ്രീ ഭഗവാനുവാച കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംഹിത മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാം മദാത്മകഃ. കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംഹിത. ഈ പല വിധത്തിലുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എവിടുന്നാ തുടങ്ങിയിരിക്കുന്നത്? അനാദിയായിരിക്കുന്ന വേദത്തിൽ നിന്നാണ്. ഈ വേദം എന്ന് പറഞ്ഞാൽ അനാദി, എപ്പോൾ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നാണ് ഈ വേദം. പക്ഷേ ഈ ഭൂമിക്കും സൂര്യനുമെല്ലാം ആയുസ്സുണ്ടല്ലോ. അപ്പൊ വേദം അനാദിയാണെങ്കിലും കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംഹിത. വേദം എന്നുള്ള പേരുള്ള ഈ വാക്കുണ്ടല്ലോ, അപൗരുഷേയമായി മനുഷ്യന്റെ മുഖത്തിൽ നിന്ന് തന്നെ നിർഗളിച്ചിട്ടുള്ളതാണ് വേദവാക്യങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം തന്നെ. ആ വേദം എന്ന് പറയുന്നതായ വാണി ഉണ്ടല്ലോ, ഈ വാണി കാലേന നഷ്ടാ പ്രളയേ. പ്രളയം വന്നപ്പോ ഇത് പറയാനും ഓർക്കാനും പറഞ്ഞു കൊടുക്കാനും ആരാ? മനുഷ്യരടക്കം എല്ലാം ലയിച്ചു. അപ്പൊ പിന്നെ വേദങ്ങൾ ലയിക്കാതെ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കൂ. വേദം നശിക്കാത്തതാണ്. പക്ഷെ ആ വേദത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല, ഒക്കെ നശിച്ചു എന്നുണ്ടെങ്കിലോ? അപ്പൊ പ്രളയകാലത്ത് കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംഹിത. വേദം എന്ന സംജ്ഞയുള്ളതായ ഈ വാക്ക് പ്രളയകാലത്തിൽ കാലത്തിൻ്റെ ശക്തിയാൽ നഷ്ടപ്രായമായി, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടതിനെ മയാദൗ ബ്രഹ്മണേ പ്രോക്ത, ഞാൻ ആദ്യമായി ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ആരാ ഈ ബ്രഹ്മാവ്? ലോകത്തെ സൃഷ്ടിച്ചവൻ. അപ്പം ലോകസൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മാവിന് നഷ്ടപ്പെട്ടു പോയതായ വേദത്തെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാം മദാത്മകഃ. ഈ വേദത്തിലാണ് മതാത്മകമായിരിക്കുന്ന ധർമ്മം നിലനിൽക്കുന്നത്. ഈശ്വരൻ എന്നുള്ള സങ്കല്പം, പരമാത്മ എന്നുള്ള സത്യം, പരബ്രഹ്മം എന്നുള്ള സൂചന, ഇതൊക്കെ പ്രതിപാദിക്കുന്നത് നമ്മുടെ വേദങ്ങളിലാണ്. ആ മതാത്മകമായിരിക്കുന്ന ധർമ്മം ഉപദേശിക്കുന്നത് വേദമാണ്. അത് ഞാൻ ബ്രഹ്മാവിന് ആദ്യമായി പറഞ്ഞു കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ലോകത്തിൽ എന്തും തന്നെ കാലത്തിൻ്റെ പ്രയാണത്തിന് വിധേയമാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകത്തിന് നാം അതിസുന്ദരമായി, സുഭഗമായി, സാഫല്യപ്രദമായി എല്ലാം ശരിയാക്കി അങ്ങനെ അങ്ങോട്ട് നിർത്തുന്നു. അങ്ങനെ നിർത്തിയാൽ കുറേ കഴിഞ്ഞാൽ അത് നശിച്ചില്ലാതെയാവും. ഈ ലോകം ഉണ്ടായത് എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ഉണ്ടാവുന്നതിന് മുമ്പ് അത് ഇല്ലാതിരുന്നു. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് നിർഗളിക്കുന്നതാണ് ഉണ്ടാകൽ. അപ്പോൾ ഉണ്ടായതോ ആദ്യ ഇല്ലായ്മയിലേക്ക് പോകും. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ നശിപ്പിക്കുന്നതും ഇല്ലാത്തതിന് നിർമ്മിക്കുന്നതുമാണ് കാലം. അതിന് വേദം ഈസ് നോ എക്സെപ്ഷൻ ടു ദിസ് റൂൾ. ഇവിടെ ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുകയാണ്. എന്താ പറയണത്? ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത് ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേനേഹമഹത യോഗോ നഷ്ടഃ പരന്തപ സ ഏവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. വളരെ വിശേഷപ്പെട്ട ഒരു പ്രസക്തിയാണ്. എന്താണ്? 3 അധ്യായം വരെ
ആദ്യത്തെ 2 അധ്യായം. അതിൽ 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ, ഇതാണ് ബ്രഹ്മസ്ഥിതി. നൈതാം പ്രാപ്യ വിമുഹ്യതി, ഇത് കയ്യിലാക്കി കഴിഞ്ഞാൽ പിന്നെ മോഹമില്ല എന്ന് പറഞ്ഞു. സ്ഥിത്വാസ്യാം അന്തകാലേബി ബ്രഹ്മനിർവാണ മൃച്ഛതി, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലാണ് ഇത് കൈയടക്കാൻ സാധിച്ചത്, നേടിയത് എന്നുണ്ടെങ്കിലും ബ്രഹ്മനിർവാണമായി എന്ന് വാസ്തവത്തിൽ അവസാനിപ്പിച്ചു. അപ്പോഴാണ് അർജുനൻ ഒരു ചോദ്യം ചോദിച്ചത്. എന്താ ചോദ്യം? ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അങ്ങ് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിൻ്റെ മഹിമയാണ്, സ്ഥിതപ്രജ്ഞന്റെ മഹിമയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ഥിതപ്രജ്ഞനാകാനല്ലേ പരിശ്രമിക്കേണ്ടത്, ഈ യുദ്ധമൊക്കെ വിട്ട്? അതിന് പകരം അങ്ങ് പറയണത് എന്താ? തസ്മാദ്യുദ്ധ്യസ്വ ഭാരത എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ജ്ഞാനം ശ്രേഷ്ഠമാണ് കർമ്മത്തേക്കാൾ എന്നുണ്ടെങ്കിൽ ഈ ഭയങ്കരവും കൊടുംപാപവുമായിരിക്കുന്ന ഈ കർമ്മം ചെയ്യാൻ അങ്ങ് എന്തിനു പ്രേരിപ്പിക്കുന്നു? അതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ, അങ്ങ് ഇടകലർത്തിയിട്ടാണ് പറയുന്നത്. അത് ഇടകലർത്തി പറയുന്നു എന്ന് അർജുനൻ പറയുന്നത്, ഇടകലർത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് വിനയം വന്നിട്ടുണ്ട് അർജുനന്. അതുകൊണ്ട് തന്മേ ബ്രൂഹി സുനിശ്ചിതം, വേണ്ടതുപോലെ ശരിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. എന്താ അതിന് കാരണം? അത് പറഞ്ഞു. 3-ാം അധ്യായവും അവസാനിപ്പിച്ച് വംശപാരമ്പര്യം പറഞ്ഞാൽ അവിടെ അവസാനിച്ചു സംവാദം. അപ്പൊ വംശപാരമ്പര്യം പറഞ്ഞു നിർത്തുകയാണ്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം, ഞാൻ ഈ പറഞ്ഞു തന്ന അവ്യയം, വ്യയമില്ലാത്തതായ ഈ യോഗമുണ്ടല്ലോ, യോഗസിദ്ധാന്തം, സാഖ്യം, അതാദ്യമായി വിവസ്വതേ പ്രോക്തവാൻ, ഞാൻ ആദ്യമായി സൂര്യൻ വിവസ്വാനാണ് ഇത് ഉപദേശിച്ചത്. വിവസ്വാൻ മനവേ പ്രാഹ, വിവസ്വാൻ എന്ത് ചെയ്തു? ആദ്യത്തെ മനുഷ്യൻ മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകവേ ബ്രവീത്, മനു ഇക്ഷ്വാകുവിനെ ഉപദേശിച്ചു. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു, അങ്ങനെ സൂര്യനിൽ നിന്ന് ആരംഭിച്ച് മനുവിലൂടെ ഓരോരോ ജനറേഷനും കിട്ടിയിട്ടുള്ളതായ ഈ ബ്രഹ്മവിദ്യ രാജർഷയോ വിദുഹു, രാജർഷിമാരായിട്ടുള്ളവർ ഇത് മനസ്സിലാക്കിയിട്ടാണ് സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. സ കാലേനേഹ മഹത യോഗോ നഷ്ടപരന്തവ, കാലത്തിൻ്റെ പ്രയാണത്തിൽ അതിവിടെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഞാൻ സയേവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന, അതിപുരാതനമാണ് ഈ യോഗമെന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയതിനാൽ അതേ യോഗത്തെയാണ് ഞാനിപ്പോൾ ഉപദേശിക്കുന്നത്. ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം, വളരെ രഹസ്യമാണ്, അത്യുത്തമമാണ്. എന്നാലും ഞാൻ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാ? അർജുനൻ എൻ്റെ ഭക്തനാണ്, എൻ്റെ സഖാവാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിതൊരു സാദൃശ്യത്തിന് പറഞ്ഞതാ. ഇവിടെയും കൃഷ്ണൻ പറയണത് എന്താ? കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംജ്ഞിത. ചിലർക്കൊക്കെ ചില അഭിപ്രായമുണ്ട്, അധർമ്മത്തിന് ശക്തി കൂടി ധർമ്മം ക്ഷയിച്ചു, എപ്പോഴും ധർമ്മം പ്രബലമായി നിന്നു എന്ന് വരില്ല. കുറച്ച് കഴിഞ്ഞാൽ അതിന് കോട്ടം വരും. അധർമ്മികൾ കുറേ മൂത്തതിന് ശേഷം എന്തുണ്ടാവും? അവരൊക്കെ നശിക്കും. അപ്പം അത് കണ്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ഇനി അധർമ്മം വേണ്ട എന്ന് വിചാരിക്കാൻ. കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംജ്ഞിത മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാം മദാത്മകഃ. അർജുനനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ ഒരു ചോദ്യം ചോദിക്കുക അർജുനൻ. അജോപി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യ ആത്മമായയാ. ഈ വിവസ്വാനെ എങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചാൽ, അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ. അർജുനൻ ഇത് കേട്ടപ്പോൾ പ്രധാന പോയിന്റ് ഒന്ന് മനസ്സാ തെറ്റി. അങ്ങെങ്ങനെയാ വിവസ്വാന് പറഞ്ഞു കൊടുത്തു എന്ന് പറയണത്? അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ. കൃഷ്ണ, അങ്ങ് ജനിച്ചത് കുറച്ചു കാലം മുമ്പാ. ഈ വിവസ്വാൻ എന്ന് പറയുന്നത് സൂര്യൻ എത്ര കാലം മുമ്പുണ്ട്? വിവസ്വാന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് 4-ാം അധ്യായം ഉണ്ടായത്. അതുപോലെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. അധ്യാത്മ സാധനയുടെ സിദ്ധി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഉദ്ധവന് സംശയം തീരാതെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുക. അതാണ് ഈ സംവാദം നീണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്.
മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാം മദാത്മകഃ. മനുവിന് വിവസ്വാൻ ഉപദേശിച്ചപ്പോൾ എന്തായി? തേന പ്രോക്താച പുത്രായ മനവേ പൂർവജായസ തതോ ഭൃഗ്വാദയോ അഗൃഹൻ സപ്ത ബ്രഹ്മ മഹർഷയഃ. ഈ വേദം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആദ്യമായി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ബ്രഹ്മാവിന്. ബ്രഹ്മാവ് എന്ത് ചെയ്തു? മനുവിന് ഉപദേശിച്ചു. പൂർവജായ മനവേ സ തേന പ്രോക്ത. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായിരിക്കുന്ന മനുവിനാണ് അദ്ദേഹം ഉപദേശിച്ചത്. തതോ ഭൃഗ്വാദയോ അഗൃഹൻ. മനുവിൽ നിന്ന് 7 മഹർഷിമാർ അത് സ്വീകരിച്ചു. നമ്മുടെ ഒരു പാരമ്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴേ മിനിഞ്ഞാന്ന് കണ്ടുപിടിച്ചതാ, 4-ാം നാൾ കണ്ടുപിടിച്ചതാ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന സത്യങ്ങൾ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. നമ്മുടെ പൂർവികർ ചികഞ്ഞ് പരിശോധിച്ചു നോക്കി പുറത്ത് കാണുന്ന വസ്തുക്കളെ പോലെ അവയെ രചിക്കുന്നതായ ഉൾശക്തിയെക്കുറിച്ച് നല്ല പോലെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് അന്വേഷിച്ച് നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ്. തതോ ഭൃഗ്വാദയോ അഗൃഹൻ. ഭൃഗു മുതലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും അത് സപ്ത ബ്രഹ്മമഹർഷയ, അതൊക്കെ സ്വീകരിച്ച് ബ്രഹ്മർഷിമാർ വരെ എത്തി. ഈ സപ്തഋഷികള് ഓരോ മന്വന്തരത്തിലും 7 ഋഷികളാണ്. മന്വന്തരം മാറുമ്പോൾ ഋഷികളും മാറും. എന്തിനാ അവരെ ഋഷികൾ എന്ന് പറയുന്നത് ബ്രഹ്മർഷികൾ എന്ന്? സാധാരണ നമ്മുടെ ഗൃഹസ്ഥന്മാരുണ്ടല്ലോ, ഒരാളും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും ആയിട്ട് ജീവിക്കും. അവർക്ക് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അവരെ പഠിപ്പിക്കും, ഉദ്യോഗത്തിന് അയക്കും. ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കണമെങ്കിലൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് വേണം. അത് നേർമാർഗത്തിൽ കൊടുക്കാൻ പറ്റില്ല, വളഞ്ഞ മാർഗത്തിലൊക്കെ കൊടുക്കും. അപ്പം ഇപ്പോഴൊക്കെ നമ്മുടെ ഇടയിലുള്ള ഗൃഹസ്ഥന്മാരാ. ഭാഗവതം പറയണമാതിരി ഗൃഹവ്രതാഹ. ഗൃഹമാണ് അവരുടെ വ്രതം. ഒരു ശ്ലോകമുണ്ട് സുഭാഷിതത്തിൽ, ഘടം ഭിന്ദ്യാത് പടം ചിന്ത്യാത് കുര്യാത് രാസഭരോഹണം ഏന കേന പ്രകാരേണ പ്രസിദ്ധ പുരുഷോ ഭവേന്ന് പറയും. എന്താ? കുടം പൊട്ടിക്കുക, ഞാൻ വലിയ കേമനാണെന്ന്, എന്നിട്ട് തലയിൽ കവുത്തുക. അല്ലെങ്കിൽ പടം ചിന്തിയ, തുണിയൊക്കെ കീറിക്കെട്ടി മേലൊക്കെ കെട്ടി പുതച്ച് നടക്കുക. അപ്പം എല്ലാവരും പറയുമല്ലോ, ഇയാൾ എന്താടോ ഈ കുടവും കൊണ്ടുപോകണത്, ഇതാ ഇവിടെ വരിക നോക്കുക, കുടക്കാരൻ ഡാ എന്നൊക്കെ പറയും. അപ്പം എങ്ങനെയായാലും കുടം പൊട്ടിച്ച് തലയിൽ വെച്ചോ, കീറിയ തുണികൾ മേല് കെട്ടിയിട്ടോ, കുര്യാത് രാസപരോഹണം കഴുതപ്പുറത്ത് സവാരി ചെയ്തിട്ടോ, ഏന കേന പ്രകാരേണ പ്രസിദ്ധ പുരുഷോ ഭവേത്. എങ്ങനെ ആയാലും പ്രസിദ്ധനാവണം പുരുഷന്. അതേമാതിരിയായപ്പോൾ ഗൃഹസ്ഥന്മാർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സാധാരണ മാർക്കൊന്നും പറ്റില്ല. ഒരു വിദ്യാലയമുണ്ട്, അവിടെ അപ്ലൈ ചെയ്തു, അവരെ നോക്കി പഠിപ്പുണ്ടോ എന്നൊക്കെ. ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല. മാനേജ്മെൻറ്റിനൊരു കോട്ട, നിങ്ങൾ എത്രയൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കോട്ട വേണം. ആ കോട്ട ഞങ്ങളുടെ ഇഷ്ടം പോലെയാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊന്നും കിട്ടാത്തവർ എന്ത് ചെയ്യണു? എവിടെയെങ്കിലും പണം കൊടുത്ത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമാണ്. അപ്പോൾ ഇവർക്കൊക്കെ മഹർഷിമാരാവാൻ പറ്റുമോ? എങ്ങനെയാണ് പറ്റുക? മഹർഷിമാരുടെ ലെവലിൽ ഇതൊന്നുമില്ല. എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക, എവിടെയെങ്കിലും പഠിപ്പിക്കുക, എത്രയെങ്കിലും കിഴിപ്പണം കൊടുക്കുക, അത് മേശയുടെ അടിയിൽ കൂടി കൊടുക്കുക, അങ്ങനെ ഇതിലൊന്നും സപ്തർഷിമാരെ പോലെയൊന്നും ആവാൻ പറ്റില്ല. നമ്മുടെ പഴയ ചരിത്രം അങ്ങനത്തതല്ല. മരീചി, അത്രി, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, അങ്കിരസ്, വസിഷ്ഠൻ, ഇവരൊക്കെയാണ് നമ്മുടെ സപ്തർഷികൾ ഇപ്പോഴത്തെ മന്വന്തരത്തിൽ. അപ്പോൾ ഓരോ മന്വന്തരത്തിലും അവർ ഈ ബ്രഹ്മജ്ഞാനം ഉള്ളത് കൊണ്ടാണ് അവർ ബ്രഹ്മമഹർഷയ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഗൃഹസ്ഥന്മാർക്ക് ബ്രഹ്മം ജ്ഞാനം അങ്ങനെ വല്ല താല്പര്യമുണ്ടോ? അവർക്കെല്ലാം കൂടി ഒരു താല്പര്യമുള്ളൂ, എൻ്റെ മകനെയും മകളെയും എവിടെ എങ്ങനെ വേണമെങ്കിൽ കുത്തിച്ചെലുത്തി പഠിപ്പിച്ച് വിദേശത്തേക്ക് അയക്കണം. അപ്പം അവർ ബ്രഹ്മമഹർഷിമാരൊന്നുമല്ല. അവർ പിന്നെ ആരാ? നമുക്ക് പറയാം ദ്രവ്യ മുതലാളിമാരാണ്. ദ്രവ്യത്തിൻ്റെ മുതലാളിമാരാവർ, ബ്രഹ്മജ്ഞാനത്തിൻ്റെ മുതലാളിമാരൊന്നുമല്ല. അങ്ങനെ തതോ ഭൃഗ്വാദയോ അഗൃഹൻ സപ്ത ബ്രഹ്മമഹർഷയ തേഭ്യ പിതൃഭ്യ തത്പുത്ര ദേവദാനവ ഗുഹ്യകാഹ. എന്തൊക്കെയാ ഇനി പറയാൻ പോണേന്നറിയോ? ഇങ്ങനെ ഒരു സങ്കല്പം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. നാം ജീവികളെ പറ്റി പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള ജീവികളെ തന്നെ നാം മുഴുവനും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ലക്ഷക്കണക്കിന് വർഗങ്ങളുണ്ട് അത്ര ഇവിടെ. നമുക്കതൊക്കെ അറിയോ? മോഡേൺ സയൻസും കണ്ടുപിടിച്ചിട്ടില്ല, നമ്മുടെ പൂർവികരും കണ്ടുപിടിച്ചിട്ടില്ല. അവർ പറയുന്നു 86 ലക്ഷം ജീവരാശികളാണത്രേ, തരങ്ങളാണ്. അതിൽ പെട്ടതാണ് മനുഷ്യൻ. നമുക്ക് ഇഴജന്തുക്കൾ, പക്ഷികൾ, ജലജന്തുക്കൾ, മൃഗങ്ങൾ, കാറ്റിൽ ജീവിക്കുന്നവ, ഇങ്ങനെ ചിലത് നമുക്ക് അറിയുള്ളൂ. ഇവിടെ ഇവർ പറയുന്നത് കുറേ അധികം. തേഭ്യ പ്രതിഭ്യ തത്പുത്രാഹ.
അവരിൽ നിന്നുണ്ടായവരാരൊക്കെയാ? ദേവ ദാനവ ഗുഹ്യകാഹ. ദേവന്മാർ, ദാനവന്മാർ, ഗുഹ്യകന്മാർ. ആരാ ഈ ഗുഹ്യകന്മാർ? പകുതി ദേവന്മാരായിട്ടുള്ളവർ. അപ്പോൾ ദേവന്മാരും മനുഷ്യന്മാരും കൂടിച്ചേർന്നതാവാം. കുബേരൻ്റെ സേവകന്മാർ, ധനം കാക്കുന്നവർ. മനുഷ്യാഹ സിദ്ധഗന്ധർവാഹ, മനുഷ്യന്മാർ. അപ്പം നമ്മൾ മനുഷ്യരാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. ഇവിടെ തുടങ്ങുന്നത് എവിടുന്ന? ദേവ ദാനവ ഗുഹ്യകാഹ. 3 കൂട്ടം ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടാണ് പിന്നെ മനുഷ്യരിലേക്ക് വരുന്നത്. സിദ്ധഗന്ധർവാഹ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ. സവിദ്യാധര ചാരണാഹ, വിദ്യാധരന്മാർ, ചാരണന്മാർ വേറെ ഒരു കൂട്ടം ഗായകന്മാരാണ്. കിം ദേവാഹ കിന്നര നാഗാഹ രക്ഷ കിം പുരുഷാദയ ബഹ്വസ്തേഷാം പ്രകൃതയോ രജസത്വതമോ ഭുവഃ. കിം ദേവാഹ കിന്നരാഹ നാഗാഹ. വേറെ ഒരു ദ്വീപ്, ഇത് ജംബൂദ്വീപം എന്ന് പറയുന്ന ഒരു ദ്വീപം. ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹോ ദക്ഷിണേ പാർശ്വേ എന്നൊക്കെയാണ് ഇന്ത്യ രാജ്യത്തിനുള്ള ചിത്രീകരണം. ഇത് കിൻദേവാഹ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ദ്വീപിൽ താമസിക്കുന്നവർ. കിന്നരന്മാരോ ദേഹവും മുഖവും കൂടി കണ്ടാൽ മനുഷ്യനാണോ എന്ന് തോന്നും, എന്നാൽ വാസ്തവത്തിൽ മനുഷ്യനല്ലേ. അങ്ങനെയുള്ള ഒരു ആൾക്കാർ കിന്നരന്മാർ. നാഗന്മാർ എന്ന് പറഞ്ഞാലോ സാധാരണ പാമ്പും സർപ്പമല്ല, പാതാളത്തിലുള്ള സർപ്പങ്ങളാണ്. രക്ഷസുകൾ. കിം പുരുഷാദയ, വാനരന്മാർ. ബഹ്വസ്തേഷാം പ്രകൃതയോ രജസത്വതമോ ഭുവഃ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർ തമ്മിലുള്ള ഗുണങ്ങളും പ്രേരണകളുമാണ്. രജസത്വ തമോ ഭുവഃ. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണല്ലോ പ്രകൃതിക്ക്. ആ 3 ഗുണങ്ങൾ വിവിധ തോതിൽ സമ്മിശ്രണം നടത്തി ഉണ്ടായിത്തീരുന്ന വിവിധ വർഗങ്ങളാണിത് മുഴുവനും. അപ്പം നമ്മൾ മനുഷ്യരെ എന്ന് പറയുന്ന ഒരു കൂട്ടർ മാത്രമല്ല. നമുക്ക് രക്ഷസുകളുണ്ട്, ഗന്ധർവന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, കിന്ദേവന്മാരുണ്ട്, നാഗങ്ങളുണ്ട്. ഇവരൊക്കെ രജസത്വ തമോ ഭുവഃ. അതുകൊണ്ട് എന്തായി? പ്രകൃതയ. അവരുടെ എല്ലാവരുടെയും പ്രകൃതികൾ ഈ രജസ്സും തത്വവും തമസ്സും ഇത് 3ന്റെ പ്രപ്പോർഷൻ അനുസരിച്ച്, ആനുപാതം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. യാഭിർഭൂതാനി ഭിദ്യന്തേ ഭൂതാനാം മതയസ്തഥാ യഥാ പ്രകൃതി സർവേഷാം ചിത്ര വാച സ്രവന്തി. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ രസിച്ചു പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പറയുന്നു എന്ന്, ഇതൊക്കെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഒരു മഹാപുരാണവും കൂടിയാണല്ലോ ഭാഗവതം. അപ്പം അതിൽ പുരാണ കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്. ഈ പുരാണം എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് കേൾക്കാൻ രസമുള്ളതാണ്. ആലോചിച്ചു നോക്കിയാൽ അത്ര എത്തും പിടിയും കിട്ടുന്നതല്ല. അപ്പോൾ കുറേയൊക്കെ ഇതിൽ ഭാവനകളുണ്ട്. വസ്തുതകളുള്ളതുപോലെ ഭാവനകളുമുണ്ട്. അപ്പം അതിനെ എല്ലാറ്റിനെയും അതേപോലെ അങ്ങോട്ട് എടുത്തു പറയാൻ എനിക്കത്ര ഇഷ്ടമില്ല, ഞാൻ രസിക്കണമില്ല. എന്നാലും നമ്മൾ പറയുന്നതിൻ്റെ ഭാഗമാണല്ലോ എന്ന് വിചാരിച്ച് പറയാം. പ്രാധാന്യം വരുമ്പോൾ അത് എടുത്തു സൂചിപ്പിക്കാം. യാഭിർഭൂതാനി ഭിദ്യന്തേ ഭൂതാനാം മതയസ്തഥാ യഥാ പ്രകൃതി സർവേഷാം ചിത്ര വാച സ്രവന്തി. പലതരത്തിൽ പലരും പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അതിന് വിഭിന്ന പ്രാധാന്യമാണോ അതോ ഏകപ്രാധാന്യമോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയുക. അപ്പോൾ കൃഷ്ണൻ തുടക്കത്തിൽ നിന്ന് തന്നെ എടുത്തു. ഈ ലോകം, അതിൻ്റെ ഉത്പത്തി, തുടക്കം എന്തൊക്കെയാന്ന് പറഞ്ഞു വരിക. അപ്പം യാഭിർ ഭൂതാനി ഭിദ്യന്തേ. അപ്പോൾ ഉദ്ധവ, ഇവിടെ മനുഷ്യർ മാത്രമല്ല, കിന്നരന്മാരുണ്ട്, കിൻദേവന്മാരുണ്ട്, രക്ഷസുകളുണ്ട്, ഗന്ധർവന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, പലരും ഉണ്ടല്ലോ. ഈ പലരും എന്ന് പറഞ്ഞാൽ പല പ്രകൃതത്തിലുള്ളവരാ. അവരെല്ലാവരും ഒരേ പ്രകൃതക്കാരല്ല. ഈ പ്രകൃതത്തിലുള്ള വ്യത്യാസം എവിടുന്ന് വരുന്നു? രജസ്സും സത്വവും തമസ്സും ഉണ്ടാക്കി തീർക്കുന്നതാണ്. അതുകൊണ്ട് യാഭിർ ഭൂതാനി ഭിദ്യന്തേ ഭൂതാനാം മതയസ്തഥാ. ഈ ഭൂതങ്ങളെല്ലാം വേറെ വേറെ അനുപാതങ്ങൾ, ഗുണങ്ങളുടെ ഉള്ളത് കൊണ്ട് ഭിദ്യന്തേ, അവരുടെ പ്രകൃതികൾക്ക് വ്യത്യാസം വരുന്നു. യഥാ പ്രകൃതി സർവേഷാം, ഓരോരുത്തരുടെയും പ്രകൃതം എങ്ങനെയോ ആ പ്രകൃതിക്കനുസരിച്ച് സർവേഷാം, എല്ലാവരുടെയും ചിത്ര വാചസ്രവന്തി, അവർ സംസാരിക്കുമ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവരുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ സംസാരിക്കുമെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഹൈന്ദവ ധർമ്മം അതനുസരിക്കുന്നവർ ഒരിക്കലും ഒരാചാര്യൻ്റെ കീഴിലിരുന്നിട്ടില്ല. എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇതര മതസ്ഥർക്കൊക്കെ ഒരു പ്രവാചകനാണല്ലോ, അവരെല്ലാവരും ഒരു വിശ്വാസത്തിലുള്ളവരാണല്ലോ, നമ്മൾക്ക് എന്തിനാ പല വിശ്വാസം? ഇത് കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കണോ കരയണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ എന്തിനാ ഈ ബാക്കിയുള്ള മതങ്ങളോട് കൂടി താരതമ്യം നടത്തുന്നത്? ഹിന്ദുക്കളുടെ ഒരു മതമല്ല,
നമ്മുടെ ഒരു ധർമ്മമാണ്. ആ ധർമ്മം ലോകം എങ്ങനെ വിചിത്രമോ ആ വിചിത്ര ലോകത്തിന് മുഴുവനും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വിശേഷപ്പെട്ട ധർമ്മമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ധർമ്മം ഒരു സിദ്ധാന്തമാണ്, ഒരു ജീവിത മാർഗം അല്ലെങ്കിൽ ജീവിത രീതി, ഒരു ജീവിത സംസ്കാരമാണ്. അതിന് റിലിജനായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മളുടെ ഇടയിൽ ഈശ്വര വിശ്വാസം നിർബന്ധമല്ല. പക്ഷെ ഈശ്വര വിശ്വാസം കൊണ്ടുണ്ടാവുന്ന നേട്ടം എന്തോ ആ നേട്ടം അതില്ലാത്തവർക്കും നേടിക്കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ധർമ്മസിദ്ധാന്തമാണ് നമുക്ക്. അപ്പോൾ ഒരിക്കലും നിങ്ങളതിനെ താരതമ്യം ചെയ്യരുത്, അത് വളരെ തെറ്റാണ്. അപ്പോൾ ഈ പ്രകൃതികളൊക്കെ വിശേഷപ്പെട്ടതും വിവിധവുമായതുകൊണ്ട് ചിത്രാവാചസ്രവന്തി, ഇവർ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിന് അനുസരിച്ച് വ്യത്യാസങ്ങളും വരും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചിത്രാവാചസ്രവന്തി, അവരുടെ വാക്കുകൾ, വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വിചിത്രങ്ങളായിരിക്കുന്നു. ഏവം പ്രകൃതി വൈചിത്ര്യാത് ഭിദ്യന്തേ മതയോ നൃണാം പാരമ്പര്യേണ കേഷാഞ്ചിത് പാഖണ്ഡമതയോ അപരേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോക. ആ പൂർവപീഠിയൊക്കെ ഒരു ബിൽഡപ്പാണ്. ഏവം ഇപ്രകാരം പ്രകൃതി വൈചിത്ര്യാത്, ഓരോരുത്തർക്കുമുള്ള പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്യാരക്ടറിസ്റ്റിക്സ്, ദ മെന്റോ ഇന്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എവറി കൈൻഡ് ഓഫ് ക്രീച്ചേഴ്സ്. അതാണ് നമുക്ക് ഇവിടെ പറഞ്ഞ് മനസ്സിലാവേണ്ടത്. പ്രകൃതിയുടെ വൈചിത്ര്യം കൊണ്ട് ഭിദ്യന്തേ മതയോ നൃണാം, അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ ബുദ്ധിക്കും വ്യത്യാസം വരുന്നു. പാരമ്പര്യേണ കേഷാഞ്ചിത്, ഏതെങ്കിലും ഒരു ചിന്താഗതി പുറപ്പെട്ടു എന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ അതിൻ്റെ അനുയായികൾ ഉണ്ടാവും. അനുയായികൾ അതിനെ മുറുക്കി പിടിക്കും. ആ പ്രവാചകൻ ഉദ്ദേശിച്ചതാവില്ല ചിലപ്പോൾ ഫോളോവേഴ്സിൻ്റെ അടുത്ത് അനുയായികളുടെ മനസ്സിലുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ട് പോയി, അദ്ദേഹം ഇപ്പോൾ ഇല്ല തിരുത്താനും പറയാനും. അപ്പം അവർ ആ പാരമ്പര്യം മുറുകി പിടിച്ചുകൊണ്ട് കേഷാഞ്ചിത് പാഖണ്ഡമതയോ അപരേ, വിശ്വാസമില്ലാത്ത പാഖണ്ഡന്മാർ അല്ലെങ്കിൽ പാഷണ്ഡന്മാർ ഇവിടെയുണ്ട്. അപ്പോൾ ഈശ്വര വിശ്വാസം മനസ്സിലുള്ളതാണ്. ഈശ്വരനല്ല എനിക്ക് വിശ്വാസം തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമാണ്, അതും മനസ്സിൻ്റെയാണ്. അപ്പോൾ പലരുടെയും മനസ്സ് രജോ ഗുണത്തിനും തമോ ഗുണത്തിനും സത്വഗുണത്തിനും വിധേയമാണ്. ആ വിധേയത്തിന് അനുസരിച്ചായിരിക്കും അവർ പുറപ്പെടുവിക്കുന്ന അഭിപ്രായങ്ങളും ലക്ഷ്യങ്ങളും മൂല്യങ്ങളുമെല്ലാം. അതിൽ വിശ്വാസമില്ലാത്തവരും ഉണ്ടാവും. ചൈവ സാത്വിക ഭാവ രാജസാസ്താമസാശ്ചയേ മത്ത ഏവേദിതാൻ വിദ്ധി നത്വഹം തേഷു തേ മയി. ഇത് ഭഗവത്ഗീതയിൽ കുരുക്ഷേത്രത്തിൽ പറഞ്ഞ ഒരു ശ്ലോകമാണ്. ഈ ലോകത്തിൽ സാത്വികമോ രാജസമോ താമസമോ ആയി എന്തെല്ലാം ഭാവങ്ങളുണ്ടോ ആ ഭാവങ്ങളെല്ലാം മത്ത ഏവേദിതാൻ വിദ്ധി, നിർഗളിച്ചിട്ടുള്ളത് എന്നിൽ നിന്നാണ്, നിർഗുണനായിരിക്കുന്ന എന്നിൽ നിന്നാണ്. നത്വഹം തേഷു തേ മഹി, ഇതൊന്നിലും ഞാനില്ല, അവയൊക്കെ എന്നിലാണ്. അഗ്നിയിൽ നിന്നാണ് പുക, പക്ഷേ പുകയിൽ അഗ്നി ഉണ്ടോ? ഇല്ലല്ലോ. അഗ്നിയിലൊരു പക്ഷേ പുക നിൽക്കണമെന്ന് പറയാം. അപ്പം ഞാൻ ഒരിക്കലും ഇതിലില്ല, അവ എന്നിലാണ്. മന്മായാമോഹിതധിയ പുരുഷാഹ പുരുഷർഷഭ ശ്രേയോ വദന്തി അനേകാന്തം യഥാകർമ്മ യഥാരുചി. ഇവിടെയൊക്കെയാണ് ചിന്തിക്കേണ്ട കാര്യം. മന്മായാമോഹിതധിയ, ഇവരെല്ലാവരും മോഹത്തിന് വിധേയന്മാരാണ്. നോക്കൂ നമ്മുടെ ധർമ്മശാസ്ത്രം അസർട്ട് ചെയ്യണത്. എന്നോട് ചോദിച്ചുല്ലോ, പല വിധത്തിലും പറയുന്നുണ്ടല്ലോ, ഏകപ്രാധാന്യമോ വിഭിന്ന പ്രാധാന്യമോ എന്ന് ചോദിച്ചില്ലേ? മന്മായാമോഹിതധിയ, എൻ്റെ മായയാൽ മോഹിക്കപ്പെട്ടവരാണ് എല്ലാവരും, അവരുടെ ബുദ്ധി ഭ്രമിച്ചിരിക്കുക. പുരുഷാഹ പുരുഷർഷഭ, ആ മോഹിത ബുദ്ധി കൊണ്ടാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ മോഹമുള്ളത് കൊണ്ട് ശ്രേയോ വദന്തി അനേകാന്തം, പലതരത്തിലുള്ള ശ്രേയസിനെ കുറിച്ച് അവർ പറയുകയാണ് പിടിവാശിയോട് കൂടി. ഞങ്ങൾ പറയണത് മാത്രമാ ശരി, ഞങ്ങൾ പറയണത് മാത്രമാ ശരി. ഈ പറയണത് എവിടുന്ന? വായ കൊണ്ട്. വായയുടെ പിന്നിലോ മനസ്സ്. ആ മനസ്സോ പ്രകൃതി ഗുണങ്ങൾക്ക് വിധേയമാണ്. ആ ഗുണങ്ങൾ ഏകതാനമല്ല. അപ്പം ഗുണങ്ങൾ തന്നെ ഉള്ളിൽ കിടന്ന് മനസ്സിനെ വിഭിന്നമാക്കി രൂപീകരിച്ചാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന വിഭിന്ന അഭിപ്രായത്തിന് എന്താ അടിസ്ഥാനം? ശ്രേയോ വദന്ത്യനേകാന്തം യഥാ കർമ്മ യഥാ രുചി. ഓരോരുത്തരുടെയും കർമ്മം എങ്ങനെയോ അവരവരുടെ അഭിരുചി എങ്ങനെയോ അതിനനുസരിച്ചാണ് ഓരോരുത്തർ പറയുക. സത്യം എന്താന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടവും നമ്മുടെ അനിഷ്ടവും അവിടെ നോക്കാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് ആലോചിക്കുക, ആലോചന എവിടെ കൊണ്ടെത്തിച്ചോ അവിടെ ചെല്ലുക, കണ്ടുപിടിച്ചത് പറയുക. ആലോചിക്കുന്ന സമയത്ത് തന്നെ ഞാനത് നിഷേധിക്കാൻ പോണു, അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ നിഷേധനത്തിന് വേണ്ടിയുള്ള ആലോചനയാവരുത്. പക്ഷേ ലോകത്തിൽ ഇങ്ങനെയാണ്.
ശ്രേയോ വദന്തി അനേകാന്തം. അപ്പം അവരുടെ ദൃഷ്ടിയിൽ ശ്രേയസ് പലവിധ. അപ്പോൾ ഒരാൾ പറയുന്നു ക്രമമുക്തിയാണെന്ന്. ഇപ്പോൾ ജൈമിനി മഹർഷി, അദ്ദേഹവും മഹർഷിയാണ്. അദ്ദേഹം വേദം നോക്കിയിട്ട് പറഞ്ഞത് ഒക്കെ കർമ്മപ്രധാനമാണ് ഇവിടെ എന്നാണ്. കർമ്മവിധിയുള്ള വാക്യങ്ങളെ ഉപനിഷത്ത് വേദവാക്യങ്ങളായിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വെറും അർത്ഥവാദമാണെന്ന് പറഞ്ഞു. ബാദരായണനും ശങ്കരാചാര്യരും നോക്കിയിട്ട് പറയണത് എന്താ? ജ്ഞാനപരമാണ് വേദം, കർമ്മപരമല്ല. രണ്ടാളും നോക്കിയത് ഒരൊറ്റ സ്ഥലത്താണ്, പറയണത് രണ്ട് തരത്തിലാണ്. അപ്പം ഇതിൻ്റെ വ്യത്യാസം എന്താ? വേദാണോ കാരണം, അവരവരുടെ മനസ്സോ? അതാണ് കാര്യം. ശ്രേയോ വദന്ത്യനേകാന്തം യഥാകർമ്മ യഥാരുചി. ആർക്ക് എന്ത് പറഞ്ഞാലാണോ സന്തോഷമാവുക അതനുസരിച്ച് അവരങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. പക്ഷേ ഇതിൻ്റെ സത്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണല്ലോ പ്രകൃതിയുടെ ഘടകങ്ങൾ. ആ പ്രകൃതിയുടെ ഗുണങ്ങൾ ഓരോരുത്തരിലും ഓരോ തരത്തിലുള്ള പ്രപ്പോർഷനാണ്. എന്താ ഈ പ്രപ്പോർഷൻ? അനുപാതം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി 100 വയ്ക്കുക. അതിൽ ചിലരിൽ സത്വഗുണം 60 ഉണ്ടാവും, രജസ്സും തമസ്സും കൂടി പിന്നെ ബാക്കി 40 ആവും. അപ്പം അവർ പറയുന്നതിലൊക്കെ ആ ബുദ്ധി, അറിവ്, ജ്ഞാനം, സത്യം, ധർമ്മം ഇതൊക്കെ കാണും. ഇനി ഒരു കൂട്ടരിലോ 60% രജോ ഗുണമാണ്, ബാക്കി 40 മറ്റത് രണ്ടും കൂടിയാൽ. അപ്പം അവർ പറയുമ്പോഴോ അവരുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് അവർ സംസാരിക്കുക. പിന്നെ ഒരു കൂട്ടരോ രജസ് മുൻപിലും തമസ്സും സത്വവും കൂടിയിട്ട് അത് വേറൊരു വക. അങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് ഗുണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ ഇവരുടെ ബുദ്ധിക്കും ഭിന്നത്വം വന്നു. ഗുണങ്ങളാണ് രചിക്കുന്നത്, ബുദ്ധി വിഭിന്നത. ആ ബുദ്ധി വിഭിന്നമായപ്പോൾ അതനുസരിച്ച് ഭിന്നാഭിപ്രായങ്ങൾ പുറത്തു വന്നു. ഭിന്നാഭിപ്രായങ്ങളെ അനുസരിച്ച് വിഭിന്ന കർമ്മങ്ങളായി. ആ കർമ്മങ്ങൾക്കനുസരിച്ച് പിന്നെ അതൊരു രുചിയായി. അവരുടെ കുട്ടികൾക്കൊക്കെ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ചെയ്തത്, എൻ്റെ അമ്മ എങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ചില കുട്ടികളുണ്ട്, പെൺകുട്ടികളാണല്ലോ ആൺകുട്ടികളുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ചെല്ലുക. ഇവിടെ വന്ന് ചില കുട്ടികൾ കല്യാണത്തിന് മുമ്പ് പറയും, സ്വാമിജി എന്തെങ്കിലും എനിക്ക് നല്ലത് പറഞ്ഞു തരൂ, കല്യാണം കഴിഞ്ഞാൽ എന്ത് വേണമെന്ന്. അപ്പം ഞങ്ങൾ അവരോട് ആദ്യമായിട്ട് പറയണതേ, കല്യാണം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിൽ പോയാൽ നിങ്ങളുടെ കുടുംബത്തെ വർത്തമാനം ഒന്നും അവിടെ പറയരുതെന്നാണ്, മിണ്ടി പോകരുതെന്ന്. നിങ്ങൾ അവിടെ പോയി ജീവിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതെ, എൻ്റെ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ അമ്മയ്ക്കോ അവർക്കൊരു സ്ഥാനമില്ല. എന്നാൽ നീ നിൻ്റെ വീട്ടിലിരുന്നാൽ മതി, എന്തിനാ അവിടെ വന്നതെന്ന് ചോദിക്കും. മിണ്ടരുത്. അവിടെ ചെയ്യണതൊക്കെ കണ്ടു പഠിച്ചോളൂ. പഠിച്ച് വിശ്വാസമൊക്കെ ആർജിച്ചതിന് ശേഷം സ്വയം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. അതുവരെ മിണ്ടരുത്. ഇതിപ്പോൾ ഭർതൃഗൃഹത്തിൽ പോയിട്ടല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നറിയില്ല. ഡാക്കയെന്നൊരു നല്ല പ്രൊഫസർ കൽക്കട്ടയ്ക്ക് വന്നു അത്രേ. ഡാക്ക എന്ന് പറഞ്ഞത് പാകിസ്ഥാനിലാണ്, ഇപ്പോൾ അത് ബംഗ്ലാദേശ് ആയിട്ടുണ്ട്. അവിടുന്ന് വന്ന് കൽക്കട്ട യൂണിവേഴ്സിറ്റി വന്ന് പറഞ്ഞു, ഡാക്കയിൽ ഇങ്ങനെയാണ്, ഡാക്കയിൽ ഇങ്ങനെയാണ്, ഡാക്കയിൽ ഇങ്ങനെയാണ്. ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ആ യൂണിവേഴ്സിറ്റി വിട്ടു പോകേണ്ടി വന്നു. ഡാക്ക എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇവിടെ ഡാക്ക ആക്കാനാണ് ഇവിടെ കൽക്കട്ടയിൽ വന്നിരിക്കുന്നത്. അപ്പം തനിക്കുള്ള അറിവിനെ ഡാക്കയിൽ ഇങ്ങനെയാണെന്ന് പറയണോ? അത് നല്ലപോലെ പറഞ്ഞ് അത് മാറ്റണമെങ്കിൽ മാറ്റാനൊക്കെയുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ പെരുമാറ്റം വളരെ നന്നാവണം. അപ്പോൾ അതിനാൽ രുചിഭേദം ഉണ്ടാവുക ഓരോരുത്തർക്ക്. ആ രുചിഭേദം വന്നതോടുകൂടി എന്തായി? ഇത് നിർവഹിക്കാൻ ഇന്നതാണ്, ഞാൻ ജനിച്ചത് ഇന്ന കുടുംബത്താണ്, എൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് കണ്ടുപിടിച്ചത് ഇതാണ്, അതുകൊണ്ട് ഞാനത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പക്ഷേ അവിടേക്കാണ് മുൻതൂക്കം നിൽക്കുന്നത്, ഞാനും എൻ്റെ പഠിപ്പും, അതാണ് മേലെ. അങ്ങനെ വാശി തുടങ്ങി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളും ലക്ഷ്യം നിർവഹിക്കാനുള്ള മാർഗങ്ങളും ഒക്കെ വ്യത്യാസമായി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മന്മായാമോഹിതധിയ പുരുഷാ പുരുഷർഷഭ ശ്രേയോ വദന്തി അനേകാന്തം യഥാകർമ്മ യഥാരുചി. ഓരോരുത്തരിലും പ്രവർത്തിക്കുന്ന ഗുണങ്ങളും ആ മൂല്യങ്ങളും അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ. അപ്പം മനുഷ്യൻ എത്രത്തോളം കാലം വിഭിന്ന പ്രകൃതി ഉള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം കാലം അഭിപ്രായങ്ങൾക്ക് മാറ്റം വരും. എല്ലാം ഒരുപോലെ ആവുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്.